ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യമാണ്, 3 വഴികൾ ജീവിതത്തിൽ ആരും തിരഞ്ഞെടുക്കരുത്. എത്ര വഴികൾ? 3 വഴികൾ. ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വഴിയുണ്ട്, തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത വഴികളുമുണ്ട്. എല്ലാ വഴികളും നമുക്ക് പോകാനുള്ളതല്ല. ചില വഴികൾ നമ്മൾ പോകാതിരിക്കാൻ ദൈവം അടച്ച വഴികളാണ്. അന്നു വേണ്ടുന്ന ആഹാരം പോലെ ഓരോ ദിവസവും നൽകുന്ന അങ്ങയുടെ ജീവനുള്ള വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മളിലൊരു ദൈവീക പ്രസാദം ഉണ്ടാകാനിടവരട്ടെ. വചനം കേൾക്കുന്നവരിൽ ദൈവത്തിൻ്റെ അധികമായ കരുണ ലഭിക്കാനിടവരട്ടെ. മനുഷ്യൻ്റെ ആഗ്രഹമോ മനുഷ്യൻ്റെ പ്രയത്നമോ മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണ കൂടിയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കേൾക്കുന്ന വചനത്തിലൂടെ ആയിരിക്കും. ഒന്നിലധികം പ്രയാസങ്ങൾ ഉള്ളവരുണ്ടാകും, ഒന്നിലധികം പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന ഡേറ്റിൽ പറഞ്ഞ ആ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ആ വചനമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും എന്നെ രക്ഷിച്ചത്. ആ വചനം ഒന്ന് കേട്ടതൊരു നിയോഗമായി ഞാൻ വിശ്വസിക്കുവാണ്. ആ വചനം കേട്ടതാണ് എൻ്റെ ജീവിതം ഒന്ന് മാറാൻ, ഒന്ന് രക്ഷപ്പെടാൻ കാരണമായത്. ഹല്ലേലൂയ. ഈ സമയം ഉണ്ടല്ലോ, വചനം ഒരു മഴ പോലെ പെയ്യുന്ന സമയമാകട്ടെ. വചനം കേൾക്കുന്നത് നിങ്ങൾക്കൊരു നന്മയായി തീരട്ടെ. അതൊരനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ചിലർ പ്രശ്നങ്ങളുടെ നടുക്കടലിലെന്ന പോലെ ആയിരിക്കും. 4 വശത്തും പ്രതിസന്ധികൾ കൊണ്ട് ഞെരുക്കപ്പെടുന്നൊരു സാഹചര്യമായിരിക്കും. ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരു കൂട്ടുകാരനെ പോലെ കൂടെ നിൽക്കുന്ന സമയമാണിത്. ദൈവം ഒരു കൂട്ടുകാരനെ പോലെ. പ്രിയപ്പെട്ടവരെ, ചില സമയത്തൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ചില കൂട്ട് വേണം. 1 ദൈവത്തോടുള്ള കൂട്ട്, 2 ദൈവം നിയോഗിച്ച നല്ല മനുഷ്യരോടുള്ള നല്ല കൂട്ട്. അതൊക്കെയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ചില കൂട്ടുകൾ, ചില നല്ല ബന്ധങ്ങൾ നമുക്കാവശ്യമാണ്. നമ്മുടെ കഴുത്തിന് കത്തിവയ്ക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുന്ന ബന്ധത്തെക്കുറിച്ചല്ല. ചില ബന്ധങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് ചില കൂട്ടുകൾ വേണം, നല്ല ബന്ധങ്ങൾ വേണം. ദൈവത്തോടുള്ള ബന്ധം ഒന്നാമത്, 2 ദൈവം നൽകുന്ന ചില നല്ല മനുഷ്യരോടുള്ള ബന്ധം. ആ ബന്ധമാണ് പല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് നമുക്കുയർത്തെഴുന്നേൽക്കാൻ കാരണമായി മാറുന്നത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ കൂടെയുള്ള ഒരു യാത്രയാണിത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൂടും നല്ല ആവിയും ചൂടും ഒക്കെ പരവേശമൊക്കെയുള്ള ഒരു ഹാളിൻ്റെ അകത്ത്, വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ ഒരു മനസ്സ് വേണം, ഒരു ആത്മാർത്ഥത വേണം, ഒരു സമർപ്പണം വേണം. എല്ലാവർക്കും ഇങ്ങനെയൊന്ന് നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. ഇത് തന്നെ ഒരു ദൈവീക അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിക്കാൻ
ആരുമില്ല എന്ന് ചിന്തിക്കണ്ട. നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കണ്ട. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സംരക്ഷിക്കും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരാളാണോ? നിങ്ങളെ തെരഞ്ഞു വരുന്ന ദൈവമുണ്ട്. നിങ്ങളെ അന്വേഷിച്ചു വരുന്നൊരു ദൈവമുണ്ട്. തള്ളിക്കളയാനല്ല, കൂടെ നിർത്താൻ. നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ചേർത്തു നിർത്തുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, ഇരുളേറും പാതയിൽ വഴിയേതെന്നറിയാതെ, പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ അതിൻ്റെ താളം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൻ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ ദൈവം കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഇത് പാടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളുടെ ദൈവം വിശ്വസ്തനാണ്. പാടുന്നത് ഇങ്ങനെയാ, ഒന്നു ഞാൻ അറിയുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ എത്രയോ ആളുകളെ പരിചയപ്പെട്ടു, എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നു. കാലങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി പലരും വിശ്വസ്തരല്ലായിരുന്നു. ചിലർ നമ്മളെ ചതിക്കാനും ഉപദ്രവിക്കാനും ആരംഭിച്ചു. അവരുടെ മനസ്സിലിരിപ്പൊക്കെ വേറെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാടുന്ന പാട്ട് അതെഴുതിയിട്ടുണ്ട്, ഒന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു, എന്നെ വിളിച്ച ദൈവം ചതിക്കുന്നവനല്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പെരുവെള്ളം അങ്ങനെ വലിയ പ്രശ്നം വന്നാലും ഒന്ന് ഞാൻ അറിയുന്നു, ആ പെരുവെള്ളം തോറ്റുപോകും. എന്നെ കൈ പിടിച്ചു നടത്തുന്നൊരു ദൈവമുണ്ട്. പറ്റുമെങ്കിൽ, അറിയാമെങ്കിൽ ഈ പാട്ടുകാരൻ്റെ കൂടെ ഭംഗിയൊന്നും നോക്കണ്ട, ഒന്ന് ചേർന്ന് പാടാം. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. അതുകൊണ്ട് യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാർവോടു ചേർന്നൊരിന്നാൽ ഭയമില്ലേ. അർത്ഥം പറഞ്ഞു പാടി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാർവോടു ചേർന്നിരുന്നാൽ
ഭയമില്ലേ. രണ്ടു കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച കണ്ണുകൾ അടച്ചിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എവിടെയും പരാജയപ്പെടുകയില്ല. ഈ ഉയർത്തിയ കരങ്ങൾ ദൈവം എന്നെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യമായി മാറട്ടെ. നിങ്ങൾക്ക് നന്മ വരാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങൾ ഒരു കാരണമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവുണ്ടാകാൻ, ഒരു പുതിയ വഴി തെളിഞ്ഞു കിട്ടാൻ ഈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ കാരണമാകട്ടെ എന്ന് വിശ്വസിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി. അത് സംഭവിക്കട്ടെ, ഇന്ന് സംഭവിക്കട്ടെ. അത് പെരുവെള്ളവും തോറ്റുപോകും. തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ, യേശുവിൻ കൈകൾ താങ്ങി നടത്തട്ടെ. താങ്ങി നടത്തുമേ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു ആഴ്ചയാണിത്. പിള്ളേരുടെ അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി യാത്രകളും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ വീട്ടിൽ പോകുന്ന തിരക്കുകളൊക്കെ ആഴ്ചയാണ്. എന്നിട്ട് പോലും ഈ ഹാള് നിറയെ ആളുകൾ, അതും ഈ ചൂടും ആവിയും പരവേശവുമുള്ള ഈ ഇടുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ ഈ കസേരയിൽ കൂടെ ഈ ഉച്ച സമയത്തോടടുത്തിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും പറ്റത്തില്ല. ഇത്ര യാത്ര ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഞങ്ങളതിനെ വിളിക്കുന്നത്, വിശ്വസിക്കുന്നത് ഇതൊരു ദൈവ പദ്ധതിയാണെന്നാണ്. ആമേൻ. ഇതൊരു ദൈവ പദ്ധതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നിയത്. അതിനേറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുകയും പ്രാർത്ഥിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന വചനം നമുക്ക് വെളിച്ചമേ തരത്തുള്ളൂ, ഇരുട്ട് തരത്തില്ല. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന് ഇരുട്ട് തരികയില്ല, അത് വെളിച്ചം തരും. ആമേൻ. ആ വെളിച്ചമുള്ള ഒരാൾ ജീവിതത്തിൽ ഇനി നിയമം എതിരായാലും ലോകം എതിരായാലും നാട്ടുകാരെതിരായാലും ആ വെളിച്ചമുള്ള വ്യക്തി എവിടെയും തട്ടി വീഴത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കുകയാണ്. നമ്മുടെ സമൂഹം, നമ്മുടെ വീട് ഒക്കെ ഒരു പരിധി വരെ പരാജയപ്പെട്ടു പോകാനുള്ളൊരു കാരണം ഞാൻ ബൈബിളിലൂടെ വായിക്കുകയാണ്. ഒരു പരിധി വരെ നമുക്ക് പറ്റിയ തെറ്റ്, നമുക്ക് പറ്റിയ അബദ്ധം, നമ്മൾ ചെയ്യാത്തത് ഞാൻ വായിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇത് നമുക്കൊക്കെ പറ്റിയ, ഇതൊന്നും അറിയാത്തതാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു കാലത്ത് പറ്റിയ അബദ്ധം, മണ്ടത്തരം. നമ്മൾ സമൂഹമായാലും സമുദായത്തിനായാലും ഒരു പരിധി വരെ പറ്റിയ മണ്ടത്തരം ഇതാണ്. വായിക്കുകയാണ്. മുഴുവൻ വായിക്കുമ്പോഴേ നിങ്ങൾക്കത് പിടികിട്ടത്തുള്ളൂ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആകയാൽ ഇസ്രായേലേ കേൾക്കുക. ഇത് കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞൊരു വാക്കാണ്. ആകയാൽ ഇസ്രായേലേ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും, ആ വാക്യം ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാൻ. ആ വാക്ക് തന്നെ എത്ര സന്തോഷമുള്ള വാക്കാണ്. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി. അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യണം. ഞാനൊരു വാക്ക് പറയട്ടെ, വിലയുള്ളതിനൊക്കെ ഒരു വില കൊടുക്കണം. ആമേൻ. അപ്പോഴേ വിലയുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ.
ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്നത് ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നൊരു വിലയാണ്. ആമേൻ. ഇവിടെ എഴുതിയിട്ടുള്ള വാക്കിങ്ങനെയാണ്: നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ സമൃദ്ധമായി വർദ്ധിക്കാനും വേണ്ടി ഇവയൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നന്മയുണ്ടാവുള്ളൂ. മാതാപിതാക്കൾ കേട്ടെ, നിങ്ങളുടെ പിള്ളേർക്ക് നന്മയുണ്ടാകാൻ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നന്മയുണ്ടാകാൻ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കൃഷിയിടങ്ങൾ എല്ലാം നന്മയുണ്ടാകാൻ എന്തു ചെയ്യണമെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്നത് 6-ാമത്തെ വാക്യമാണ്. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ. ഈ വചനങ്ങൾ. ആമേൻ. നമുക്ക് പറ്റിയ തെറ്റ്, നമ്മളൊരു പുസ്തകമായി പുസ്തകം ബൈബിൾ അവിടെ വച്ചു, ഏതാണ്ടൊക്കെ വായിച്ചു, മനസ്സിലായാലും മനസ്സിലായില്ലേലും അത് അടക്കി വച്ചു. നമ്മൾ നമ്മുടെ പണി എടുത്തുകൊണ്ടേയിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി കുറേയൊക്കെ പഠിച്ചു, കുറേ പേർക്ക് മാർക്ക് മേടിച്ച്, കുറേ സമ്മാനമൊക്കെ കിട്ടി. പക്ഷേ ഇത് ജീവിതത്തിന് വേണ്ടി ഇതൊന്ന് വായിച്ച് കേൾക്കുവാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയോ 10 മാർക്ക് കിട്ടി ഒരു ട്രോഫി മേടിച്ച് വീട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള വായനയല്ല ഇത്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി വായിക്കുകയാണ്. എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നിങ്ങൾ കേട്ടാ പോരാ, നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ഈ ഹൃദയമാകുന്ന ഹാർഡ് ഡിസ്കിനകത്ത് വേണം. ആമേൻ. അതില്ലാത്തതാണ് നമ്മുടെ വീടിനായാലും പിള്ളേർക്കായാലും നമുക്ക് പറ്റിയ മണ്ടത്തരവും അബദ്ധവും ഇതാണ്. ദൈവവചനം ഹൃദയത്തിനകത്തില്ല. ഇന്നൊത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ആയാലും മറ്റ് ശുശ്രൂഷയായാലും ദൈവത്തിൻ്റെ വചനങ്ങൾ മനുഷ്യൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങി. ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ വചനങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്, ഇങ്ങനെയൊക്കെ വചനം ബൈബിളിനകത്തുണ്ടെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്. ഞങ്ങളിത് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഈ ചെവി കൊണ്ട് മാത്രമല്ല, അത് നിങ്ങളുടെ ഈ ഹൃദയമാകുന്ന പുസ്തകത്തിനകത്ത്, ഹാർഡ് ഡിസ്കിനകത്ത് വേണം, ഹൃദയത്തിൽ വേണം. എന്നിട്ട് അടുത്ത വാക്ക്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ ഈ വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ചെയ്യാത്തതാണ് നമ്മൾ ഏറ്റവും, ഇത് ചെയ്തിട്ടില്ല, അതാണ് നമ്മൾ ചെയ്ത മണ്ടത്തരം. നമുക്ക് പറ്റിയ അബദ്ധം അതാണ്. സമൂഹത്തിന് പറ്റിയ അബദ്ധം, സമുദായത്തിന് പറ്റിയ അബദ്ധം, നമ്മുടെ കൂട്ടായ്മയ്ക്ക് പറ്റിയ അബദ്ധം. നമ്മളെല്ലാം ചെയ്തു, ഇത് മാത്രം ചെയ്തിട്ടില്ല. എന്തിനാ ഇത് ചെയ്യാൻ പറഞ്ഞു? നിനക്ക് നന്മയുണ്ടാകാൻ. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്ത് നല്ല സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്തോടെ ജീവിക്കാൻ വേറെ വലിയ കുതിര കാര്യം ഒന്നും ചെയ്യേണ്ട. ദൈവത്തിൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിനകത്ത് വേണം. നിൻ്റെ ഹൃദയത്തിനകത്ത് വേണം. നമ്മൾ പറയില്ലേ, നമ്മൾ വചനങ്ങളൊന്നും ഓർക്കുന്നില്ല, കുറച്ച് വചനങ്ങൾ വേണം. ഇത് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം, നിങ്ങളുടെ പിള്ളേരോടൊക്കെ ഇരിക്കുമ്പോൾ ചില സമയത്ത് ആ വചനങ്ങൾ അവരെ പഠിപ്പിക്കണം. അപ്പോൾ ആ പിള്ളേരുടെ ജീവിതത്തിൽ നാളുകളിൽ എന്തുണ്ടാവും? നന്മയുണ്ടാകും. ഹല്ലേലൂയ. ഇനി എഴുതിയിരിക്കുകയാണ്, ജാഗരൂകതയോടെ. എന്താ വാക്കിൻ്റെ അർത്ഥം? വളരെ കെയർഫുള്ളായി. ചുമ്മാ എന്തെങ്കിലും ഒരു കഥ പറയുന്നവരല്ല, വളരെ ശ്രദ്ധിച്ച്. നിങ്ങൾ നാളെ അമ്മമാരാകുന്നവരുണ്ട്, അപ്പന്മാരാകുന്നവരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവും, ഗർഭിണികളുള്ളവരുണ്ടാകും. നിങ്ങളൊക്കെയും നിങ്ങളുടെ മാതാപിതാക്കളാകുന്നവരെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വചനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവരൊന്നും വഴിതെറ്റിപ്പോകത്തില്ല. വചനം അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നിലകൊള്ളും. ഹല്ലേലൂയ. എന്നിട്ടത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു വചനമുണ്ട്, ഇത് പഠിക്കുക, അത് പഠിപ്പിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇനി എപ്പോഴൊക്കെ ഇത് പറയണമെന്ന് എഴുതിയിട്ടുണ്ട്. വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി ഈ വചനത്തെ പറ്റി നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം. ഇതെന്തിനു മുകളിൽ എഴുതിയിട്ടുണ്ട്? നിനക്ക് നന്മയുണ്ടാകാൻ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചിലരെ ഫോൺ വിളിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ വിവിധ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ വീട്ടിലെ വിശേഷമൊക്കെ പറയുമ്പോൾ കൂട്ടത്തിൽ ഇന്ന് കേട്ട ആ വചനങ്ങൾ പറയണം. നമുക്ക് നാണവും ചമ്മലും മടിയും ഒക്കെയും നമുക്ക് തോന്നും. ഒരു കാലത്ത് ഇതൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു, ഇതൊന്നും എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും ഈ പുസ്തകം വായിച്ച് പല പ്രാവശ്യം ഇരുന്ന് വായിച്ച് മനസ്സിലായപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ബോധ്യമായത്. ഇതൊന്നും പലർക്കും മനസ്സിലായിട്ടില്ല. ചില ചോദിക്കും, എപ്പോൾ നോക്കിയാലും നിങ്ങൾ പ്രാർത്ഥനയായിട്ട് നടക്കുക, എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഈ വചനം പറയാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പം ഇതിനൊക്കെ ദൈവം കൊടുത്ത വില എത്രയാണെന്ന് ഓർക്കണം. ദൈവം വില കൽപ്പിച്ചതിനൊക്കെ നമ്മുടെ ജീവിതത്തിലും വില കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒന്നും കൂടെ വാക്ക് വായിച്ചേ, ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം. കഴിഞ്ഞില്ല, വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും, കിടക്കുന്ന സമയത്തും, എഴുന്നേൽക്കുന്ന സമയത്തും അവയെപ്പറ്റി സംസാരിക്കണം. ഏവയെപ്പറ്റി? നിങ്ങൾ കേട്ട വചനത്തെ പറ്റി വാ കൊണ്ട് സംസാരിക്കണം. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട് വെളിച്ചമുള്ളതായി മാറും. നിങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണമായിട്ട് മാറും. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം, അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അത് കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ അത് പട്ടം. അത്രയും വില കൊടുക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അത്രയും വില കൊടുക്കണം. പിന്നെയോ, അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിൽ ആ മെയിൻ വാതിലിന്റെ അവിടെയും പടിവാതിൽക്കൽ മേലും എഴുതി വയ്ക്കണം. ഇതൊക്കെ എന്നാന്ന് പറയുന്നറിയോ? ഈ വചനത്തിന് എന്തേരെ വിലയുണ്ട്, ഈ വചനത്തിന് എത്ര ഗൗരവമുണ്ട്. ഇത് സാധാരണ ഒരു പുസ്തകമല്ല, എന്നോട് സംസാരിക്കുന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന വാക്കുകളാണിത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇതെന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് നന്മയുണ്ടാകാനും. ആ വാക്യം നിങ്ങൾക്ക് ഒന്നും കൂടെ വായിക്കാം. 6-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം. കാരണം നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ. ഹല്ലേലൂയ. ഇതിനകത്തും കാണും ചെറുപ്പക്കാരായ ആളുകളുണ്ടാകും. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ ഈ വചനം ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത് നന്മയായി മാറും. അനുഗ്രഹത്തിനത് ഒരു മാർഗമായിട്ട് മാറും. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വചനം ഇത് നമ്മൾ കേട്ടത് ലോക കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ന് ഇത്രയും നേരം പറഞ്ഞത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കുറേ കൂടി ഇരുട്ടിലായി പോയി തകർന്നു പോകും എന്നല്ല പറയുന്നത്. നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. തിരക്കുള്ള ഈ പകൽ, 100 കൂട്ടം ജോലിയുള്ള ഈ സമയത്ത് ബസ്സിൽ കയറിയും വാഹനത്തിലെടുത്തും ടാക്സി വിളിച്ചും ഓട്ടോറിക്ഷയിൽ കയറിയും ബൈക്കിലുമൊക്കെയും ഇവിടെ വന്നവരുണ്ട്. ദൂരെ യാത്ര ചെയ്ത് വന്നവരുണ്ട്. നിങ്ങളോടെല്ലാം പറയുക, ഈ വചനം കേട്ടതിലൂടെ നിനക്ക് ദോഷം വരും, നിന്റെ കുടുംബം തകർന്നു പോകും എന്നല്ല പറയുന്നേ, നിനക്ക് നന്മ വരാൻ തുടങ്ങട്ടെ. ഇത് നിങ്ങൾ ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് നന്മ വരാൻ ഈ പ്രാർത്ഥന, ഈ വചനം ഇന്ന് കാരണമായി തീരട്ടെ. കാരണമായി അത് മാറട്ടെ. കാരണമായി ഇത് മാറട്ടെ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചത്, കർത്താവേ, അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുന്നൊരു മനസ്സെനിക്ക് തരണമേ. അങ്ങയെ സ്നേഹിക്കുന്നൊരു ഹൃദയം എനിക്ക് തരണമേ. അങ്ങയുടെ വചനത്തിന് വില കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത എനിക്ക് തരണമേ. വചനത്തിന് അർത്ഥമുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് വില കൊടുക്കുന്നവന്റെ ജീവിതവും വിലയുള്ള ഒന്നായി മാറും. നിനക്ക് നന്മയുണ്ടാകും, നന്മയുണ്ടാകും. നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ നന്മ അനുഭവിക്കും. ഇവിടെ എഴുതി കിട്ടിയതും പറഞ്ഞതുമായ സാക്ഷ്യങ്ങൾ അനവധിയാണ്. ഇവിടെ ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാക്ഷ്യം 10,000-ഓളമുണ്ട്. അത് നന്മയുണ്ടായ സാക്ഷ്യങ്ങളാണ്. ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. നന്മയുണ്ടാകട്ടെ. ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം ഇന്ന് പറയുവാൻ ആഗ്രഹമുണ്ട്.
ഒരു തുരുമ്പിച്ച കത്തിയെക്കുറിച്ചാണ്. തുരുമ്പ് പിടിച്ച് അതിൻ്റെ പിടിയും പോയി നമ്മുടെ അടുക്കള വശത്തോ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഇട്ടിരിക്കുന്ന മൂർച്ചയില്ലാത്ത തുരുമ്പിച്ച കൈപ്പിടി നഷ്ടപ്പെട്ട ഒരു കത്തി കുറേ കഴിഞ്ഞപ്പം അതിന് ശക്തി വന്നു, അതിന് മൂർച്ച വന്നു, അതിന് ഭംഗി വന്നു, അതിന് വില വന്നു. എങ്ങനെയാണെന്നാണ് പറയുക. ഒരു തുരുമ്പിച്ച കത്തി എങ്ങനെയാണ്? ആ തുരുമ്പിച്ച കത്തിയുടെ മേൽ ചിലതൊക്കെ വന്നപ്പം, അത് ഒരാളുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു കൊടുത്തപ്പം അതിന് തിളക്കം വന്നു, അതിന് വില വന്നു, അതിന് മൂർച്ച വന്നു, അതിന് ഭംഗി വന്നു. തുരുമ്പിച്ച ഒരു കത്തി അതൊക്കെ കാച്ചിക്കുന്ന, അതിന് മൂർച്ച കൂട്ടുന്ന ഒരു കൊല്ലൻ്റെ അടുത്ത് കൊടുത്താൽ അയാൾ അത് പഴുത്ത നിറമാകുന്നവരെ തീക്കകത്ത് വച്ച് പൊള്ളിക്കും. അതിന് തീയുടെ കളർ വരും. എന്നിട്ട് അതിനെ എടുത്ത് ഇടിക്കും, പരത്തും, വെള്ളത്തിൽ മുക്കും, വീണ്ടും പഴുപ്പിക്കും. കുറേ പ്രോസസ്സുണ്ട്. അതിനുശേഷം ആ ഒരരം കൊണ്ട് അതിനെ മൂർച്ച കൂട്ടും. ഒരു തടിയുടെ കമ്പെടുത്ത് അതിനെ ചെത്തി മിനുക്കി പിടിയായിട്ടിടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആ തുരുമ്പ് പോയി. ആർക്കും വേണ്ടാത്ത കത്തി കുറച്ച് പ്രോസസ്സിലൂടെ തീയിലൂടെ കടന്നു പോയാലും രണ്ടടിയൊക്കെ കിട്ടിയാലും ഇപ്പോൾ അതിന് നല്ല തെളിച്ചം വന്നു, നല്ല ശക്തി വന്നു, നല്ല ഭംഗി വന്നു, നല്ല മൂർച്ച വന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതവും. ഇപ്പോൾ നമുക്ക് തോന്നും എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലല്ലോ, ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ. ഇത് കൊടുക്കേണ്ടവൻ്റെ കയ്യിൽ ഈ ജീവിതം കൊടുക്കുക. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുക. എങ്ങനെ ഏൽപ്പിക്കണം എന്നറിയോ? കർത്താവേ, തുരുമ്പിച്ച ആർക്കും വേണ്ടാത്ത എൻ്റെ ഈ ജീവിതത്തെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ആ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തത് സത്യമാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് ചിലതൊക്കെ വരും. ആ ജീവിതം വിലയുള്ളതും ശക്തിയുള്ളതും മൂർച്ചയുള്ളതും ഭംഗിയുള്ളതും വിലയുള്ളതുമായി മാറും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ചില ജീവിതങ്ങൾ തുരുമ്പിച്ച ജീവിതമായിരിക്കും. പിടി പൊട്ടിപ്പോയി കാണും. പലരുടെയും ആട്ടും തുപ്പും അവഗണനയും കേട്ട് എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ലല്ലോ എന്ന കോംപ്ലക്സിലായിരിക്കുമായിരിക്കും. സാരമില്ല, ഇത് ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് വില വരും, അതിന് മൂർച്ച വരും, അത് തിളക്കം വരും, അത് ഭംഗിയുള്ളതായിട്ടങ്ങ് മാറും. വിശ്വസിക്കുന്നോ? ഇത് നിങ്ങളിത് പ്രാർത്ഥിക്കണം. ഇത് ചുമ്മാ ഒരു പ്രഭാഷണം മാത്രമല്ല. നമ്മുടെ ജീവിതവും ചിലപ്പോൾ നമുക്കത് ഈ തുരുമ്പിച്ച കത്തി മൂർച്ചയില്ല, ആർക്കും വേണ്ടാതെ എറിഞ്ഞു കളഞ്ഞ തുരുമ്പിച്ച കത്തിയാകും നാളെ ഏറ്റവും മൂർച്ചയുള്ളതും. ഒത്തിരി പേർക്ക് ആ കത്തി ഇങ്ങ് തന്നേ, ആ കത്തി ഒരു ആവശ്യമുണ്ട്, ഒന്ന് തന്നേ, ഇപ്പം തരാം. ആർക്കും വേണ്ടാതെ അപ്പുറത്തെ വാഴച്ചോട്ടിൽ കിടന്ന കത്തിയാണ്. പക്ഷെ അത് കൊടുക്കേണ്ട ഒരാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ കത്തിയുടെ ജീവിതത്തിൽ ചിലതൊക്കെ വന്നപ്പം അതിൻ്റെ ഒടിഞ്ഞുപോയൊന്നല്ല, അതിൻ്റെ വില കൂടി, മൂർച്ച കൂടി. കത്തി പറയും എന്നെ അടിച്ച് പഴുപ്പിച്ച് തല്ലി ഒരു പരുവാക്കിയെന്ന്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും അടിയായും തിരിച്ചടിയായൊക്കെ വരും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ അത് തിളക്കം വർദ്ധിക്കാനേ കാരണമാകുള്ളൂ. അവൻ്റെ മൂർച്ച വർദ്ധിക്കാനേ അത് കാരണമാവുള്ളൂ. അതിൻ്റെ വില കൂട്ടുകയേ ഉള്ളൂ. അത് വീട്ടിലായാലും സംവിധാനത്തിലായാലും കമ്പനിയിലായാലും ഏത് ജീവിതാന്തസ്സിലായാലും അതവൻ്റെ തിളക്കത്തെ കൂട്ടത്തേ ഉള്ളൂ, അവൻ്റെ മൂർച്ച കൂട്ടത്തേ ഉള്ളൂ. പക്ഷെ ചിലതൊക്കെ ജീവിതത്തിൽ വരണം. ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം, ഈ ആരാധന ജീവിതത്തിൽ വരുമ്പം, ചില സമയം നമ്മൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. ഒരു തിളക്കമുള്ള ഒരു സാക്ഷ്യമായി ഇവിടെ കയറി വരണം. തിളക്കമുള്ളൊരു കാര്യം ജീവിതത്തിൽ വിളിച്ചു പറയാൻ ദൈവം ഏൽപ്പിക്കണം. ചിലർ പറയില്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്താ കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്തെല്ലാം കഴിവുണ്ടെങ്കിലും എന്തെല്ലാം സ്വാധീനം ഉണ്ടെങ്കിലും ജീവിതമെന്ന യാഥാർത്ഥ്യം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന ഇന്ധനം വേണം.
കുറച്ചെങ്കിലും വേണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഒരു ഓടി കാർ ഉണ്ടെന്നിരിക്കട്ടെ. 1 കോടി രൂപയുടെ ഒരു ഓടി കമ്പനിയുടെ വലിയ കാറുണ്ട്. എന്നാ കാറുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകണമെങ്കിൽ അപ്പുറത്തെ പമ്പിൽ പോയി നിർത്തിയിടണം. ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് നിർത്തിയിട്ട് നിങ്ങൾ പറയണം ഒരു 2000 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കണം, അത് തുറന്നു കൊടുക്കണം. ചില കാര്യങ്ങൾ കൊണ്ടുപോയി ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ആവശ്യത്തിന് ഇന്ധനമില്ലെങ്കിൽ 1 കോടി രൂപയുടെ വണ്ടി ആയാലും റോട്ടിൽ കിടക്കും, ചുമ്മാ ഒന്നും ഓടത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, എത്ര കാശ് വന്നാലും കുറേ കൂട്ടുകാരുണ്ടെങ്കിലും കുറേ ബന്ധങ്ങളുണ്ടെങ്കിലും ജീവിതം കുറച്ചൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ ജീവിതം നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജീവിതമാകുന്ന വണ്ടിക്കകത്ത് വീഴേണ്ട കുറച്ച് ഇന്ധനമുണ്ട്. അത് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ആമേൻ. അന്നന്ന് വേണ്ടുന്ന ആഹാരം പോലെ കിട്ടുന്നതാ ഓരോ ദിവസത്തെയും വചനങ്ങളും, ഇന്ന് കേൾക്കുന്ന വചനങ്ങളും. ഇത് നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോയി കുഴി ചാടിക്കത്തില്ല. ഇത് നിങ്ങളെ കുറച്ചുകൂടെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നല്ലൊരു സമയമാണ്. കുറച്ചു നേരം പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 3 വഴികൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അത് നമ്മളെ ഒന്നും അല്ലാതാക്കി മാറ്റും. ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വഴിയുണ്ട്, തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത വഴികളുമുണ്ട്. ഹല്ലേലൂയ. എല്ലാ വഴികളും നമുക്ക് പോകാനുള്ളതല്ല. ചില വഴികൾ നമ്മൾ പോകാതിരിക്കാൻ ദൈവം അടച്ച വഴികളാണ്. പോകേണ്ട വഴിയിലൂടെ പോകാൻ ഒരു അനുഗ്രഹം തന്നെ വേണം. ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യമാണ്, 3 വഴികൾ ജീവിതത്തിൽ ആരും തിരഞ്ഞെടുക്കരുത്. എത്ര വഴികൾ? 3 വഴികൾ. വായിക്കാം. യൂദാസിൻ്റെ ലേഖനം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആകെ ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദ എഴുതിയ ലേഖനം, ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിനാകെ 1.5 പേജേ ഉള്ളൂ. ഒരു പേജും അപ്പുറത്ത് 2 ചെറിയ പാരഗ്രാഫിൽ 10 ലൈന് 20 ലൈന് എഴുതി വച്ചിട്ടുള്ളൂ. യൂദാസിൻ്റെ ലേഖനത്തിൽ എഴുതിയൊരു വാക്യം വായിക്കാൻ പോവാം. 11ാമത്തെ വാക്യം വായിക്കാൻ പോവാം. ഈ 3 വഴികൾ ജീവിതത്തിൽ ആരും തിരഞ്ഞെടുക്കരുത്. ഞാനും തിരഞ്ഞെടുക്കരുത്, നമ്മളും തിരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ. വാക്യാണ്, അവർക്ക് ദുരിതം. അവർക്ക് ദുരിതം. ഹാപ്പിയാണെന്നല്ല, അവർക്ക് കഷ്ടം, ബുദ്ധിമുട്ടാണ്. അവർക്ക് ദുരിതം. ആർക്ക്? എന്തുകൊണ്ട്? ഈ 3 വഴികൾ തിരഞ്ഞെടുത്താൽ അവർക്ക് പ്രശ്നമാ, കഷ്ടമാ. അത് നമ്മളെ മുന്നോട്ട് നയിക്കത്തില്ല. നമ്മുടെ ജീവിതം ഫെയിലായി പോകും, തോറ്റുപോകും. എഴുതിയിട്ട് അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും. അപ്പോൾ 1ാമത്തെ വഴിയാണ് കായേൻ്റെ വഴി. ആ വഴി എടുത്തേക്കല്ല്, ഞാനത് പറയാം. കായേൻ്റെ വഴി പോകരുത്. കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്നു വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. 3 പേരുണ്ട് അതിനകത്ത്. എത്ര പേരുണ്ട്? ഞാൻ പറയാം 3 പേര് ആരൊക്കെയാണ്. കായേനുണ്ട്, ബാലാമുണ്ട്, കോറയോ എന്ന ഇങ്ങനെ 3 പേരുണ്ട്. ഈ 3 പേരും എടുത്ത വഴി നമ്മൾ എടുക്കരുത്. അവർക്ക് ദുരിതം. അവർ ആ വഴി എടുത്തിട്ട് പ്രക്ഷോഭത്തിൽ നശിച്ചുപോയി. ഇത് ചിലരോടൊക്കെ നമ്മൾ പറയും, നമുക്കിതൊരു പാഠമാണ്. 1ാമത്തെ വഴിയാണ്. ആരെടുത്ത വഴിയാണ്? കായലെടുത്ത്. പുള്ളി എടുത്ത വഴി ഏതാണെന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കായലെടുത്ത വഴിയെ, ഈ വഴി ഒരിക്കലും എടുത്തേക്കല്ല്. അസൂയയുടെ വഴിയായത്. പൂരം അസൂയാണ്. അസൂയ കൊണ്ട് പുള്ളി ഒരാളെ ഇടിച്ച് കൊന്നു. കാര്യം അറിയാതെ കൊന്നു കളഞ്ഞു. അതാണ് കായൽ. ഞാൻ ആ വാക്യം വായിക്കാം. ഈ വഴി ഒരിക്കലും എടുക്കരുത്. 5-ാമത്തെ വാക്യം അതിൻ്റെ തൊട്ട് പുറകിൽ വായിച്ചേ. ആബേലും കായേനും 2 പേര് ഒരു ബലി അർപ്പിച്ചു. ഇനി വായിക്കുകയാണ്, ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. ആരുടെ ബലി സ്വീകരിച്ചു? ആബേലിൻ്റെ. അപ്പോൾ കായേൻ എന്ത് സംഭവിച്ചു? 5-ാമത്തെ വാക്യം, എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ചില്ല. ആര് അർപ്പിച്ച ബലിയിൽ? കായേൻ
അർപ്പിച്ച ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. ആബേലിൻ്റെ ബലി സ്വീകരിച്ചു. അപ്പോൾ കായേൻ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. ഭയങ്കര ദേഷ്യം, ഭയങ്കര ദേഷ്യം. എല്ലാവർക്കും ദേഷ്യമുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചേ, നമ്മുടെ ദേഷ്യം നമ്മുടെ മുമ്പിൽ കയറി പോകാൻ സമ്മതിക്കരുത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് ദേഷ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് ദേഷ്യമുണ്ട്, പശുവിന് ദേഷ്യമുണ്ട്, എല്ലാ ജീവനുള്ളതിനൊക്കെ എന്തുണ്ട്? ദേഷ്യമുണ്ട്. മനുഷ്യന് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങളും പറയും, എന്നാ ദേഷ്യമാണ് പുള്ളിക്ക്, ദേഷ്യം വന്നാൽ പുള്ളിക്ക് പിന്നെ എന്നാ പറയുന്നത് അറിയത്തില്ലെന്നൊക്കെ പറയും. സത്യമാണ്. നമ്മുടെ ദേഷ്യ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. കടിക്കുന്ന പട്ടിയെ പോലെയാണ്. അഴിച്ചു വിട്ടാൽ അത് കാണുന്നവനെ എല്ലാം കടിക്കും, നാട്ടുകാർ മുഴുവൻ ശത്രുക്കളാവും. നമ്മുടെ വീട്ടിലൊരു കടിക്കുന്ന ഒരു നായ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളതിനെ കെട്ടിയിടുകയൊന്നുമില്ല, നമ്മളിഷ്ടം പോലെ അഴിച്ചു വിടും. നാട്ടുകാരൊക്കെ നമ്മളോട് പറയും, പഞ്ചായത്തിൽ പരാതി പറയും, വലിയ വിഷയമാകും. നമ്മളോട് നാട്ടുകാരെല്ലാം പിണങ്ങും, അയൽവാസികളൊക്കെ പിണങ്ങും. ഞങ്ങൾ റോട്ടിലൂടെ നടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ കടിക്കുന്ന പട്ടിനെ അഴിച്ചു വിട്ടിരിക്കുന്നു. നമ്മളതിനെ കെട്ടിയിടും, അഴിച്ചു വിടത്തില്ല. ഇതുപോലെ ഒരു ഉപമ ചേർത്ത് വെക്കാൻ പറ്റുന്നതാണെന്നറിയില്ല. നമ്മുടെ നിയന്ത്രിക്കുന്നതിനപ്പുറമുള്ള ദേഷ്യം അതും പലരെയും കടിക്കും. അതും നല്ല ബന്ധങ്ങളെ ഇല്ലാതാക്കും, നല്ല ബിസിനസ് ഇല്ലാതാക്കും, നല്ല ഭാവി ഇല്ലാതാക്കും. നല്ല ശമ്പളത്തിൽ ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ആ മാനേജറോട് ആ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞ 2 ഡയലോഗ് അയാൾ പൊക്കോളാൻ പറഞ്ഞു. പല നന്മകളും നമുക്ക് നഷ്ടമായി. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ബലിയർപ്പിച്ചു, ദൈവം സ്വീകരിച്ചപ്പം ആർക്ക് ഭയങ്കര ദേഷ്യം? കായേന് ദേഷ്യം. ആ വഴി എടുക്കരുത്. ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ദേഷ്യം വരുമ്പോൾ കാര്യം പറയും, പക്ഷെ അതിനെ അഴിച്ചു വിടരുത്. ദേഷ്യം നമ്മുടെ മുന്നിൽ കയറി പോകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ദേഷ്യത്തെ നമ്മുടെ പുറകിലാക്കിക്കൊള്ളണം. ആമേൻ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ദേഷ്യം കയറി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ദേഷ്യത്തെ നമ്മൾ തന്നെ, ആ ദേഷ്യ സ്വഭാവത്തെ ഈ കൈ കൊണ്ട് പുറകിലാക്കിക്കോണം. ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ചില നന്മകളെ അത് പോയി കടിച്ചത് ഇല്ലാതാക്കും. ആ വഴി എടുക്കരുത്. ആ വഴി അപകടമാണ്. അത് നമ്മുടെ നന്മകളെ ഇല്ലാതാക്കും. കഴിഞ്ഞിട്ടില്ല, പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവൻ്റെ മുഖം കറുത്തു. ദേഷ്യം വന്ന് മുഖം കറുത്തു. മുഖമൊക്കെ അങ്ങ് മാറി, ഭാവം മാറി, മുഖം കറുത്തു. ഓൾറെഡി പുള്ളി കറുത്തയാളൊന്നുമല്ല. ദേഷ്യം വന്നിട്ട് പുള്ളി കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. മുഖം കറുത്തു. പിന്നെയോ കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇനി 8ാമത്തെ വാക്യം വായിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച്. കായേൻ്റെ വഴി എടുക്കരുത്, അവർക്ക് ദുരിതം എന്നാണ് പറഞ്ഞത്. ഏത് വഴിയാന്ന് വായിക്കുകയാണ്. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് പറമ്പിൽ വരെ ഒന്ന് പോകാം. ആര് പറഞ്ഞു? കായേലിനോട്. കായേൽ ആരോട് പറഞ്ഞു? ആബേലിനോട്. സഹോദരൻ കൂടപ്പിറപ്പായ ആബേലിനോട് പറഞ്ഞു. ഉള്ളിലിരിപ്പെന്നറിയോ? പുള്ളിനെ ആ പറമ്പിൽ കൊണ്ടുപോയി തല്ലിക്കൊല്ലണം. കൊല്ലാൻ കൊണ്ടുപോവാണ്, തന്ത്രപരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ്, പുറമേ ഭയങ്കര സ്നേഹം കാണിക്കും. ആ വഴി നമുക്ക് ഉപകാരമില്ല. ചില മനുഷ്യരെ നമുക്ക് പിടുത്തം കിട്ടത്തില്ല. പുറമേ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ അകമേ കടിച്ച് കീറാനുള്ള ദേഷ്യമായിരിക്കും, പ്രകടിപ്പിക്കത്തില്ല. അതേപോലത്തെ ആളാണ് കായേൽ. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ സന്തോഷത്തോടെ സഹോദരനോട് പറഞ്ഞു, എടാ നമുക്ക് കൃഷിസ്ഥലം വരെ ഒന്ന് പോയി കണ്ടേച്ച് വരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ആബേലിനോട് പറഞ്ഞു, എടാ നമുക്ക് വയലിൽ വരെ ഒന്ന് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. അവിടെ വച്ച് അവനെ കൊന്നു. ഇതാരെടുത്ത വഴിയാ? കായേലെടുത്ത വഴിയാണ്, കൊല്ലാനെടുത്ത വഴിയാണ്, അസൂയയുടെ വഴിയാണ്, ദേഷ്യത്തിൻ്റെ വഴിയാണ്. ആ വഴി എടുക്കരുത്. നമ്മളാരെയും കൊല്ലുന്നൊന്നുമില്ല, പക്ഷെ ചിലരെ നമ്മൾ പല വിധത്തിൽ കൊല്ലുന്നുണ്ട്. വാക്കുകൊണ്ട് പോലും ഒരാളെയും കൊല്ലരുത്. എത്ര പേരാണെന്നറിയാം വാക്കുകൊണ്ട് മരിച്ചു പോയവർ?
നമ്മുടെ വാക്കുകൾ വേറൊരാൾക്ക് ജീവൻ കൊടുക്കുന്നതാകണം. ആമേൻ. നമ്മൾ ചില കാര്യങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തൽക്കാലം നമുക്ക് തോന്നും തോറ്റുപോയെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പം ദൈവം തെളിയിക്കും, കാലം തെളിയിക്കും, സത്യം എപ്പോഴും ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഹല്ലേലൂയ. സത്യത്തിന് കുറച്ച് നാളിങ്ങനെ അടച്ചിരിക്കേണ്ടി വരും, പക്ഷെ അപ്പുറത്ത് ഉയർത്തെഴുന്നേൽക്കും. ആര് പറഞ്ഞാലും നമ്മുടെ കൂടപ്പിറപ്പ്, നാട്ടുകാർ, ഒപ്പമുള്ളവർ വാളെടുക്ക്, കായേൻ്റെ വഴി എടുക്കാൻ പറയും. അസൂയയുടെ, ദേഷ്യത്തിൻ്റെ. തൽക്കാലം നമ്മളങ്ങ് ചാടി ജയിക്കും, പിന്നീട് നമ്മൾ വലുതായി തോറ്റുപോകും. കായേൻ്റെ വഴി ആരും എടുക്കണ്ട. ഹല്ലേലൂയ. ഇനി രണ്ടാമതൊരാളുണ്ട്. ആ ആളുടെ പേര് ബാലാം. വേറൊരാളുടെ പേരും കൂടെ ഉണ്ട്, കോറോം ആണോ, കോറഹ്. നിങ്ങളുടെ വായിച്ച ആ വചനം, യൂദായുടെ ലേഖനം വായിച്ച്, ഈ വഴികൾ എടുക്കരുതെന്ന് പറഞ്ഞ 3 പേരുകൾ വായിച്ച്, 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ച്. അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിൽ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ വീഴുകയും കോറായുടെ, അങ്ങനെ ഒരാളുണ്ട്, കോറഹ്. ഈ പുള്ളിയുടെ പ്രത്യേകത എന്താണ്? ഈ പുള്ളി നല്ലയാളാ, പക്ഷേ ഇച്ചിരി പ്രശ്നമുണ്ട് പുള്ളിക്ക്. അത് സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കോറഹ് ആരാണെന്ന്, ദൈവ ശുശ്രൂഷയ്ക്കെതിരെ വലിയ സംഭവമാക്കി നാട്ടുകാരെ കൂട്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു നേതാവിൻ്റെ പേരാ കോറഹ്. ദൈവീകമായ കാര്യങ്ങളോട് സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്ന ഒരാളാണോ, ഒരു സംവിധാനമാണോ, അതിനെ എതിർത്ത് പൂട്ടിക്കാൻ പോകല്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ ചോദിക്കുക, ഇന്ന വിഷയമുണ്ട്, എന്താ അത്. പക്ഷെ ഒരു ദൈവീകമായൊരു നന്മ നിൽക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ, ആ ശുശ്രൂഷയ്ക്കെതിരെ അടിച്ച് പൂട്ടി തകർത്ത് അതിനെ സീല് വെക്കാൻ പോകല്. നമ്മുടെ നന്മയെ അതില്ലാതാക്കും. കോറഹ് ഒരു വലിയ പുള്ളിയാണ്. കുറേ ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് വലിയ സംഭവമാക്കാൻ പോയതാ. 16-ാം അധ്യായം സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹ്. ഈ കോറഹ് ഇവിടെ ഉണ്ട്. ഈ പുള്ളി എടുത്ത വഴി ഒരിക്കലും എടുത്തേക്കല്ല് എന്ന് വിചാരിച്ച് ശുദ്ധ മണ്ടനായിട്ടിരിക്കണമെന്നല്ല. പറയേണ്ട കാര്യങ്ങൾ ആരോടും പറയാം. എത്ര വലിയ ആളോടും നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം. നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇനി നമ്മളോട് പറഞ്ഞാൽ അന്നേരം അങ്ങ് പറ്റിപ്പോയതാ സാറേ, ക്ഷമിക്കുക, നമ്മുടെ തെറ്റാണോ? ഇനി ഒരു 5 വയസ്സുള്ള കൊച്ചിൻ്റെ മുമ്പിലാണോ നമ്മൾ തെറ്റു ചെയ്തത്? ആ കൊച്ചിനോടും മോനെ തെറ്റി പറ്റിപ്പോയി കേട്ടോ, അത് നമ്മൾ ഉയരാൻ കാരണമാവുള്ളൂ. ഞാനത് ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്. തെറ്റാണ്. ഒരു ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ തെറ്റ് ചെയ്തു പോകും. അപ്പം നമ്മൾ വളരെ പ്രായത്തിൽ കുറവാണ്, എന്നാലും നമ്മൾ പറയും മോനെ തെറ്റിപ്പോയി, ക്ഷമിക്കണം കേട്ടോ, ഞാൻ അന്നേരം ആ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. കോറഹ് എന്നാ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. റൂബൻ ഗോത്രത്തിലെ ഏലിയാബിന്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം എന്നിവരും പെലേത്തിന്റെ മകൻ ഓനും. ഈ പുള്ളി കുറേ ആൾക്കാരെ കൂട്ടി എല്ലാവരും വരാൻ പറഞ്ഞു. എന്നിട്ട് ആർക്കെതിരെയെന്നറിയോ? ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. ആരെയാ എതിർത്തത്? മോശയെ എതിർത്തു. മോശ എന്ന ദൈവ ശുശ്രൂഷ ചെയ്ത ഒരാളെ എല്ലാവരും ചുമ്മാ അങ്ങ് എതിർത്തു. ചുമ്മാ എതിർക്കരുത്. കാര്യമുണ്ടെങ്കിൽ പറയണം, ആരായാലും പറയണം. പക്ഷെ ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ ഈ കോറഹിന് ഭയങ്കര ആഗ്രഹം, പുള്ളിനെ പൂട്ട് കെട്ടിക്കണം, പുള്ളിയെ ഇല്ലാതാക്കണം. ആരെ? ഈ മോശ ആരാണ്? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷക്കാരനാണ് മോശ. ഇപ്പോൾ ആരെയാ എതിർത്തത്? മോശയെ എതിർത്തു. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇവിടെ അതിന് മാത്രം വലിയ വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു വലിയൊരു ഉണ്ടാക്കി പുള്ളിനെ എതിർക്കണം, പുള്ളിനെ തോപ്പിക്കണം, പുള്ളിനെ ഇല്ലാതാക്കണം. ഭയങ്കര വിഷയമാണ്. കൂടെ കൂട്ടിയവരാരാ നോക്കിക്കേ? തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരാണ് കൂടെ നിൽക്കാൻ. മോശ ഒറ്റയ്ക്ക്. പക്ഷെ എന്നാ സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മോശയ്ക്കെതിരെ ഇവർ ഈ കൊടിയെടുത്തു, യുദ്ധം ചെയ്യാൻ പോവുക.
എന്ന് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, അവർ മോശയ്ക്കും അഹറോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു. എതിരെ നീ ചെയ്യുന്ന ശുശ്രൂഷ എതിരെ കൂടിയിട്ട് പറയാണ്, മോശയോട് പറയാണ്, നിന്റെ പ്രാർത്ഥന മാത്രമൊന്നുമല്ല ഇവിടുത്തെ പ്രാർത്ഥന. നീ മാത്രമല്ല വലിയ പുള്ളി, ഞങ്ങളും വലിയ പുള്ളികളാണ്. നീ മാത്രമല്ല വിശുദ്ധൻ, നീ വിശുദ്ധനൊന്നും അല്ല. നീ വലിയ നീതിമാനൊന്നും ചമയണ്ട, നീ വലിയ പുള്ളി ആകണ്ട. ഇവരെല്ലാം എതിർത്തു. താഴെ എഴുതിയിട്ടുണ്ട് അതെല്ലാം. നിങ്ങൾ അതിര് വിട്ടു പോകുന്നു. ഇവരെല്ലാം കൂടി ഒരുമിച്ച് മോശയോട് പറഞ്ഞു, നിങ്ങൾ അതിര് വിട്ടു പോകുന്നുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷിച്ചിട്ട് ഓവറാകുന്നുണ്ട്. കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഒരു തെറ്റും മോശ ചെയ്തിട്ടില്ല, ചുമ്മാ എതിർക്കുവാണ്, അതിര് വിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ ആൾക്കാരാണ്. നിങ്ങൾ വലിയ പുള്ളിഭാവം മെനയേണ്ട ആവശ്യമില്ല, വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ എന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇവിടെ മോശയോട് ചോദിച്ചു, നീ വലിയ നേതാവായിട്ട് എന്തിനാ ഇവിടെ ആളാകുന്നത്? നീ മാത്രം വലിയ പുള്ളിയായിട്ട് കുറേ കളിക്കുന്നുണ്ട് ഇവിടെ. വലിയ പുള്ളി നീ മാത്രമുള്ള വലിയ പുള്ളി. ഇനി നമ്മളെല്ലാം കണ്ടുപിടിക്കണം. മോശയ്ക്ക് വേണേ പറയാം, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, എൻ്റെ കാര്യം നിങ്ങൾ കേൾക്കാൻ കാര്യം വേണം, ഞാൻ എന്നെ തെറ്റി ഒന്നും പറഞ്ഞില്ല. അടുത്ത ഭാഗം എന്നറിയോ? ഇത് കേട്ടപ്പോൾ മോശ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ആമേൻ. പുള്ളി വായി നാക്കൊണ്ടെന്ന് പോയി. പുള്ളി അന്ന് ഒറ്റ കിടപ്പ് കിടന്നു. എവിടെ കിടന്നു? ദൈവത്തിൻ്റെ മുമ്പിൽ. ആമേൻ. ഇത് കേട്ടപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഞാൻ പരിപാടി ഞാൻ കാണിച്ചു തരാം, ഞാൻ ശക്തനാണെന്ന് കാണിച്ചു തരാം, നിങ്ങളെ ഭസ്മമാക്കി കളയാം. ഒന്നിനും പോയില്ല. എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇതൊക്കെ എഴുതി വരച്ച് ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിച്ചു വെച്ചോണം. പക്ഷേ എന്താ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. കമിഴ്ന്നു കിടന്നു, മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ കോറഹിന് എന്നാ പറ്റിയെന്നറിയോ? ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം ഭൂമി സംഭവിച്ചു. ദൈവം ഭൂമിയെ പിളർത്തി ഇവരെ എല്ലാം മണ്ണിനടിയിലാക്കി. അവർ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ തുടച്ച് മാറ്റിക്കളഞ്ഞു. ഈ കോറഹിൻ്റെ വഴി നമ്മൾ എടുക്കല്. ആവശ്യമില്ലാത്ത കാര്യം. നീതിമാനെ ക്രൂശിക്കാൻ പോവല്ലേ, ദൈവത്തിൻ്റെ പദ്ധതി നിൽക്കുന്നവനെ അടിച്ച് പൂട്ടാൻ പോവല്ലേ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചോദിക്ക്, അത് ന്യായമായ ശിക്ഷ കൊടുക്ക്. പറയേണ്ട കാര്യങ്ങൾ പറ, വിമർശിക്കേണ്ട കാര്യം വിമർശിക്ക്, അതാരും പറയാം. പക്ഷെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചുമ്മാ ഒരാളുടെ കണ്ണുനീര് വീഴ്ത്താൻ ഇടയാകൽ. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഒരാൾ തകർന്നു പോകാനേ അണക്കെട്ടിൽ വീഴണ്ട, പുഴയിൽ ചാടണ്ട, കിണറ്റിൽ ചാടണ്ട, ഉരുള് പൊട്ടണ്ട, വെള്ളപ്പൊക്കം ഉണ്ടാകണ്ട, ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ നിങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ വേദനിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റത്തുള്ളി കണ്ണുനീരിൽ ജീവിതം പാളിപ്പോകും. ഒത്തിരി പേരങ്ങനെ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ കണ്ണുനീരിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയങ്കര വിലയാണ്. ആമേൻ. മനുഷ്യന് വിലയൊന്നുമില്ല, നമ്മൾ തുവാലെ തുടച്ച് കളയും. പക്ഷെ ദൈവം തുവാല കൊണ്ട് തുടയ്ക്കത്തില്ല. എന്ത്? ബൈബിൾ എഴുതിയിരിക്കുന്നത്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഒരു കുപ്പിക്കകത്ത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അതിന് വിലയുണ്ട്. അതിവിടെ ഇരുന്ന് കരഞ്ഞാലും, അമേരിക്കയിൽ ഇരുന്ന് കരഞ്ഞാലും, കാനഡയിൽ ഇരുന്ന് കരഞ്ഞാലും, ഇന്ത്യയിലിരുന്ന് കരഞ്ഞാലും, വീടിൻ്റെ അടുക്കളയിലിരുന്ന് കരഞ്ഞാലും, ഇത് ബാത്റൂമിലിരുന്ന് കരഞ്ഞാലും, ഏതെങ്കിലും മരത്തിൻ്റെയോ കാട്ടിലോ പോയിരുന്ന് ഒറ്റയ്ക്ക് ആരും അറിയാതിരുന്ന് കരഞ്ഞാലും, എവിടെ ഇരുന്ന് കരഞ്ഞാലും അതിന് വിലയുണ്ട്. മോശ ഒന്നും പറഞ്ഞില്ല. മോശ കമിഴ്ന്നു വീണു. എവിടെ? ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇനി ഇതാരാ തോറ്റുപോയത്? മോശയാണോ? ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ, എന്ത് മണ്ടനാണ് മോശ, നിനക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു, നീ എന്തിനാ അവിടെ കമിഴ്ന്ന് കിടന്നത്, അത് ശരിയായില്ല കേട്ടോ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മോശ ഒന്നും പറഞ്ഞില്ല. ഇവിടെ മുന്നേ നിന്ന് ആരാന്നറിയോ? കോറഹ്. വലിയ പുള്ളിയാണ്, പ്രസിദ്ധരായവരെ ചേർത്ത് നിർത്തിയ പുള്ളിയാണ് കോറഹ്. ഇയാൾ ജയിച്ചോ വിജയിച്ചോ എന്ന് എഴുതിയിട്ടുണ്ട്. 16-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ശ്രദ്ധിച്ചോ, എന്നാൽ കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന്. ഭൂമിക്ക് വായുണ്ടോ? അതിന്
ഭൂമി ഒരു വലിയൊരു വിടവുണ്ടായിന്ന്, വാ പോലെ ഭൂമി കീറിയെന്ന്. എന്നിട്ടോ അവരെയും ദൈവത്തിൻ്റെ ശക്തിയിൽ ഭൂമി പിളർന്ന് അവരെയും അവർക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എല്ലാം തൂത്ത് തുടച്ച് ഒന്നുമില്ലാണ്ടായിപ്പോയി. ആവശ്യമില്ലാത്ത വഴി തിരഞ്ഞെടുക്കല്. ആര് തിരഞ്ഞെടുത്ത വഴിയായി ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടാകാൻ കാരണം? കോറഹ്. പുള്ളി നാട്ടിലെ വലിയ പുള്ളികളെ എല്ലാം തിരഞ്ഞെടുത്ത് ദൈവ ശുശ്രൂഷ ചെയ്ത മോശയ്ക്കെതിരെ കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു കാരണവുമില്ല, വെറുതെ ബഹളം വെച്ച് പുള്ളിയെ പൂട്ടാൻ പോയതാണ്. പൂട്ടാൻ പോയവൻ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഭൂമി വാ പിളർന്ന് അവനെ അവൻ്റെ ഉള്ളതിനെ തുടച്ച് കളഞ്ഞു. ബൈബിൾ യൂദായുടെ ലേഖനം പറയുക, കോറഹ് എടുത്ത വഴി എടുത്തേക്കല്ല്, കായേലെടുത്ത വഴി എടുക്കരുത്. ഈ രണ്ട് വഴികളും ഒരിക്കലും ജീവിതത്തിൽ എടുക്കല്ല്. പലരും പറയും ഈ വഴി എടുക്കുക, പുള്ളിനെ നമുക്ക് തോപ്പിക്കണം, പുള്ളിക്കിട്ടൊരു പണി കൊടുക്കണം, പുള്ളി അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാനിടയായാലും നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കമിഴ്ന്ന് കിടന്നാൽ മതി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ദൈവം നമുക്ക് വേണ്ടി അപ്പുറത്ത് യുദ്ധം ചെയ്തോളൂ. ഇതൊന്നും കഥയല്ല കേട്ടോ. ഇനിയൊരു പുള്ളിയും കൂടെ ഉണ്ട്. ഇപ്പം 2 പേരുടെ പേരായി, കോറഹായി, കായലായി. ഇനി ഒരു വഴിയും കൂടെ ഉണ്ട്. ആ വാക്യം യൂദാലേഖനം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, ഒന്നും കൂടെ വായിച്ചത് എഴുതിയിട്ടുണ്ട്. 3 വഴികൾ, കായേൻ്റെ വഴി, കോറഹിൻ്റെ വഴി, ബാലാമിൻ്റെ വഴി. 2 പത്രോസ് 2:15, 2 പത്രോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ച്, ഈ വഴിയും ഒരിക്കലും എടുക്കരുത്. നേർവഴിയിൽ നിന്ന് മാറി. ആ വാക്യം ശ്രദ്ധിക്കുകയാണ്. 3-ാമത്തെ പുള്ളി എടുത്ത വഴി ബാലാം. ഏത് വഴി എടുത്തെടുത്തു? നേർവഴിയിൽ നിന്ന് മാറി. ആരെല്ലാം പറഞ്ഞാലും നേരെയുള്ള വഴി മാറരുത്. അമ്മര് പറയാം വളഞ്ഞ വഴി എടുത്തു, നമുക്ക് ആ വളഞ്ഞ വഴി കൊണ്ട് ഗുണമില്ല. ബാലാമിൻ്റെ വഴി എടുക്കല്ല്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നേർവഴിയിൽ നിന്നും മാറി അവർ തിന്മ ചെയ്തു. ബേവോറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത്. ഈ വഴിയും എടുക്കല്ല്, നേർവഴി വിട്ടു പോകല്ല്. 3 വഴികൾ ജീവിതത്തിൽ എടുക്കരുത്. അത് ദുരിതമാണ്, തോറ്റുപോകും, നശിച്ചു പോകും. ഏത് വഴി എടുക്കാവുള്ളൂ? അതാകുമ്പോൾ പാട്ടുപാടിയ വഴിയാണ്. ഏതാണ് വഴി? ദൈവം തുറക്കുന്ന വഴികൾ. ദൈവം വഴി തുറക്കുമോ? ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്ത് നിന്നപ്പം ഒരു വഴിയും അവർക്കില്ലായിരുന്നു. അവിടെ ഒരു വഴി ദൈവം കൊണ്ടുവന്നോ ഇല്ലയോ? അവർക്ക് ലക്ഷ്യത്തിലെത്താൻ ദൈവം ഒരു വഴി അവർക്ക് തുറന്നു. ആ വഴി ദൈവം തുറക്കുന്ന വഴി കൂടെ പോയേക്കാവുള്ളൂ. മനുഷ്യർ പറയുന്ന കള്ളത്തരത്തിൻ്റെ, വേറൊരാളെ തകർക്കുന്ന, അവനെ ഇല്ലാതാക്കും, അവനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, അവൻ്റെ ജീവിതത്തെ തകർക്കുന്ന വഴി നമ്മൾ എടുക്കരുത്. അത് നമ്മുടെ ജീവിതം കുറേ കൂടെ ദുരിതത്തിലേക്ക് നയിക്കത്തുള്ളൂ. മനുഷ്യർ പറയും, നീ പൊട്ടനാണോ, നീ മണ്ടനാണോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ എനിക്കിന് ഇത്രയും കഴിവില്ലേ? നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സ്ഥലമല്ല അത്. ഇതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായി ഈ വചനമൊക്കെ വായിച്ച് ഇച്ചിരി സമയമെടുത്താണ് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചത്. ഇത് വലിയ കാര്യമാണ്. ഇത് ഒരു പ്രഭാഷണമായി കേട്ടിട്ട് മടക്കി വെക്കേണ്ടതല്ല. ജീവിതത്തിൽ എന്നും ഇത് ബ്ലെസ്സിങ്ങാണ്. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ദൈവസന്നിധിയിൽ കമിഴ്ന്ന് കിടന്നാൽ മതി. അത്രയും ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ തിളച്ച വെള്ളത്തിനകത്ത് ഇടുന്നേക്കാൾ നമ്മുടെ മനസ്സ് പിടയ്ക്കുന്ന സമയം. നമുക്ക് പകരത്തിന് പകരം ചോദിക്കണം, പുള്ളിയോട് 2 പറയണം. നമ്മൾ പ്രതികരിക്കാൻ ചോര തിളയ്ക്കുന്ന സമയം വരും. അപ്പോൾ കമിഴ്ന്ന് കിടന്നോണം, മിണ്ടിയേക്കരുത്. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. നമുക്ക് വേണ്ടി ആരും പറയാനില്ലല്ലോ, നമുക്ക് വേണ്ടി ദൈവം പറയാനുണ്ട്. ദൈവം നമ്മളെ സഹായിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു വാക്ക് എപ്പോഴും നമ്മൾ പറയാതിരുന്ന സത്യം എങ്ങനെ അറിയും? സത്യം ഉയർത്തെഴുന്നേൽക്കും. ഈ ശുശ്രൂഷ ഒരു സത്യമുള്ളതാണ്. ഈ ഒരു ആലയം, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, എത്ര പേര് ഇതിനെ പൂട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? എത്ര പേര് അയ്യോ ഇതിനെന്താ, എത്ര പേര് ഇവിടെ, ചില ശുശ്രൂഷക്കാർക്കതറിയാം,
ചില ശുശ്രൂഷക്കാർക്ക് ഇത് പൂട്ടിക്കാൻ, ഇതില്ലാതാക്കാൻ എന്തേരം കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഞാൻ എൻ്റെ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതെ അതിനകത്ത് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. വാതിൽ മുട്ടിയാലും ഞാൻ ആ വാതിൽ തുറന്നിട്ടില്ല. എന്നോട് ചിലർ വന്നിട്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ചോദിക്കണ്ട, ഞങ്ങളിപ്പോൾ അങ്ങ് ചോദിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ചോദിക്കാൻ പോകണ്ട, എൻ്റെ പേരിൽ ഒരു കാര്യത്തിനും പോകണ്ട. അതിനകത്തൊരു സത്യം ഉയർത്തെഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിത് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ചില സമയത്ത് മോശയെ പോലെ കമിഴ്ന്ന് കിടന്നാൽ മതി. നമ്മൾ മൈക്കെടുക്കാനും പ്രസംഗിക്കാനും ആളെ കൂട്ടാനും തല്ലിക്കാനും ഒന്നും പോകണ്ട. പോകുന്നതാ പ്രശ്നം. തുരുമ്പിച്ച കത്തിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാണ്ടല്ലോ, സത്യമായിട്ട് എഴുതി വെച്ചോ, തിളക്കം കൂടും, മൂർച്ച കൂടും, വില കൂടും, ഭംഗി കൂടും, എല്ലാം പ്ലസ് ആയിട്ട് വരും. അത് ദൈവം തരുന്ന തിളക്കമാണ്. 3 വഴികൾ എടുത്തേക്കല്ല്. ആര് പറഞ്ഞാലും, കൂടെയുള്ളവൻ പറഞ്ഞാലും, മിത്രം പറഞ്ഞാലും, നാട്ടുകാർ പറഞ്ഞാലും ഈ വഴി എടുത്തേക്കല്ല്. കായേൻ്റെ വഴി എടുത്തേക്കല്ല്. എടുക്കാൻ തോന്നും, വേണ്ട. 2 കോറഹ് എടുത്ത വഴി, നമുക്കത് വേണ്ട. 3 ബാലാമിൻ്റെ. ഈ 3 വഴിയും തൽക്കാലം ജയിച്ചു എന്ന് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ദുരിതം തോറ്റുപോകും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെ വെച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതായിട്ടല്ല, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ മനസ്സിലായി എന്നെനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതവും ചിലപ്പോൾ കടന്നു പോകും. ഞാൻ ഈ പറയുന്ന കാര്യം മറക്കല്ല്. നമുക്ക് തോന്നും, അയ്യോ നമുക്ക് വേണ്ടി ആരും സഹായിക്കാനില്ലല്ലോ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലല്ലോ. നമ്മൾ അറിയത്തില്ലാഞ്ഞിട്ടാന്നേ. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ട്. ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കും. മോശക്കെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടിയിട്ടില്ല. ഈ മോശ കമിഴ്ന്നു വീണു എന്നാ. എവിടെയാണെന്നറിയോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതിനൊക്കെ വിലയുണ്ടെന്നേ. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതാണ്, അതിൻ്റെ ഉത്തരം കൺമുമ്പിൽ കാണും. ആ പ്രാർത്ഥനയുടെ ഫലം ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് വരും. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് നിങ്ങൾ തീരുമാനമെടുത്തേ. പകരത്തിന് പകരം ചെയ്യുന്ന കായേൻ്റെ വഴി എടുക്കല്ല്. കായൽ ആബേലിനെ തന്ത്രപരമായ പറമ്പിലേക്ക്, കൃഷിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പുള്ളിനെ ഇടിച്ചു കൊന്നുകളഞ്ഞു. കായേൻ്റെ വഴി എടുക്കല്ല്. യൂദാസിൻ്റെ ലേഖനം പറയുന്നുണ്ട്, കായേൻ്റെ വഴി എടുക്കുന്നവന് ദുരിതം. അത് അസൂയയുടെയും ദേഷ്യത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വഴിയാണ്. ആ വഴി ജീവിതത്തിൽ തിരഞ്ഞെടുക്കരുത്. വാശി വേണ്ട, വൈരാഗ്യം വേണ്ട. അവർ ജീവിക്കട്ടെ, അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. അവരവരുടെ വഴിക്ക് വിട്ടേരെ. ആ വഴിക്ക് വിട്ടേരെ. നമ്മൾ അവരെയൊക്കെ അടിച്ച് തോപ്പിക്കാനും കൊല്ലാനും ഒന്നും പോകണ്ട. 2 ഏത് വഴിയാണെന്നറിയാമോ? കോറഹ്. ഒന്നും ചെയ്യാത്ത, സത്യസന്ധമായി ദൈവത്തിൽ ശുശ്രൂഷ ചെയ്ത മോശയ്ക്കെതിരെ സാധാരണ കുറച്ച് ആൾക്കാരെയല്ല, നേതാക്കന്മാരെ 10-250 പേരെ കൂടെ കൂട്ടി വലിയൊരു സംഭവമാക്കി മോശേനെ പൂട്ടാൻ പോയി. മോശയെ എതിർത്തു, ഗൂഢാലോചന നടത്തി. മോശ ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണു. ഒരക്ഷരം മിണ്ടിയില്ല. കോറഹിൻ്റെ ആ വഴി ഭൂമി പിളർന്ന് നിശേഷം അവരെയും അവർക്കുള്ളതിനെയും തുടച്ച് നീക്കിക്കളഞ്ഞു. ആ വഴി നമുക്ക് വേണ്ട. 3-ാമത്തേത് കോറഹ്, ബാലാമിൻ്റെ വഴി. അത് നേർവഴി വിട്ട വഴികളാണ്. നമുക്കത് വേണ്ട. 2 കരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ വഴി മതി, സത്യത്തിൻ്റെ വഴി മതി, നീതിയുടെ വഴി മതി. അതാ ഒരു അനുഗ്രഹത്തിൽ നമ്മളെ എത്തിക്കുന്നത്. പെട്ടെന്ന് കാശുണ്ടാക്കുന്ന, പെട്ടെന്ന് വലിയ ആളാകുന്ന ഒന്നും വേണ്ട. ദൈവം തുറക്കുന്ന വഴിയിലൂടെ പോയാൽ മതിയെന്നേ
നിന്റെ അനുഗ്രഹത്തെ ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചു തരും. ഒരു നിമിഷം 2 കരങ്ങളും ഉയർത്തി നന്നായി ഒന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. 2 കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഇത് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു വഴിയല്ല, ഇത് ദൈവം തുറക്കുന്ന വഴി. അതിനകത്ത് നന്മയുണ്ട്, ഐശ്വര്യമുണ്ട്, അതിനകത്ത് ഉയർച്ചയുണ്ട്. ഈ കേൾക്കുന്ന വചനമൊക്കെ ഒരു വലിയൊരു വാതിലിന് തുറക്കുന്ന ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് ഈ 3 വഴികൾ എടുക്കണ്ട, ദൈവം തുറക്കുന്ന വഴികൾ എടുത്താൽ മതി. ദൈവം തിരഞ്ഞെടുക്കുന്ന വഴി, ദൈവം നിനക്ക് തരുന്ന വഴി മതി. അതിനകത്ത് ഉയർച്ചയും ഐശ്വര്യവും നന്മയും വന്നോളും. ഒന്ന് സ്വരം ഉയർത്തി അധരം തുറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ശബ്ദമുയർത്തി ദൈവത്തിന്റെ വഴികളെ എടുക്കുക, ദൈവം തുറക്കുന്ന വഴികൾ എടുക്കുക. ഈ 3 വഴികൾ എടുക്കണ്ട, ഈ 3 വഴികൾ തകർച്ചയ്ക്ക് കാരണമാകും. എന്നാൽ ദൈവം തുറക്കുന്ന വഴി നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും. അത് നന്മയുണ്ടാകാൻ കാരണമാകും, അത് ഐശ്വര്യത്തിലേക്ക് നയിക്കും, അതൊരു അനുഗ്രഹത്തിന് സാക്ഷ്യമായി തീരും. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് എല്ലാവരും ഒന്ന് പാടുവാണ്. കരങ്ങൾ ചേർത്തടിച്ച് നല്ല വിശ്വാസത്തോടെ പാടുക. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും. അർത്ഥമറിഞ്ഞ് പാടുമോ? എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. അർത്ഥമറിഞ്ഞ് പാടി. ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും പിന്നെയോ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. കാരണം ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. കാരണം എന്റെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആമേൻ. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടി. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ചേർന്ന് പാടുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിയിടിലും. കരമടിച്ചൊന്ന് പാടി എല്ലാവരും പാടും. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിയിടിലും ഒരിക്കലും ഉയരില്ല എന്നു നിനച്ച് ഏവരും മാറിയിടിലും. ഒരിക്കലും ഉയരത്തില്ല, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ച് ഏവരും മാറിയിടിലും. പിന്നെയോ ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. കാരണം യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ജീസസ്. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി ഈ പാട്ടിൻ്റെ ആദ്യം പാടിയ ആ വരികളുണ്ട്, അതൊന്ന് കണ്ണുകളടച്ചൊന്ന് കേൾക്കുവാണ്. എന്നെ തകർപ്പാൻ എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നാലും, അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ പതറത്തില്ല. അതിനർത്ഥം ഒന്ന് കേട്ടെ. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നെന്നാലും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നെ തകർപ്പാൻ
ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നെന്നാലും അടുത്ത വരി ശ്രദ്ധിക്കണേ. ഉറ്റവർ പോലും എങ്ങനെ? ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും. ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ജീവിതത്തിൽ, ഇതൊക്കെ ജീവിതമാ. ആരെഴുതിയ പാട്ടായാലും ഇതൊക്കെ ജീവിതമാ. ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. പറഞ്ഞേ. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. കാരണമോ? യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടി ഇരിക്കാമോ? ഈ പാട്ടൊക്കെ പാടുമ്പോഴേ നമ്മുടെ ജീവിതവും അതേ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ പാട്ട് എഴുതി നമുക്കറിയത്തില്ല ആരാന്ന്, പക്ഷെ എഴുതി വച്ചിരിക്കുക, ഉറ്റവർ പോലും ശത്രുക്കളെ പോലെ. ഇതൊക്കെ നമ്മുടെ എല്ലാം പലരുടെ അനുഭവമാണ്. ഞാനൊരു കാര്യം കൂടി വേഗത്തിൽ പറഞ്ഞിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഒരനുഭവമാണ് പറയുന്നത്. സങ്കീർത്തനം 1-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ഇത് ഒരു വാക്ക് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് വായിക്കുന്നത്. എന്നിട്ടത് വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. സങ്കീർത്തനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. എഴുതിയിരിക്കുവാണ്, ഒരാളുടെ സന്തോഷം ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ വചനത്തിനകത്താണ്. ആമേൻ. ദൈവവചനത്തിനകത്ത് നിങ്ങൾക്കുള്ള സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. ലോകത്തെവിടെ നിന്നും കിട്ടാത്ത സന്തോഷം ഈ പുസ്തകത്തിനകത്തുണ്ട്. ആമേൻ. എത്ര നല്ല ഫുഡ് കഴിച്ചാലും, എത്ര വലിയ AC കാറെ യാത്ര ചെയ്താലും കിട്ടാത്തൊരു സന്തോഷം ഈ ദൈവവചനത്തിന് തരാൻ പറ്റും. ആമേൻ. നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നല്ലൊരു കാറെ യാത്ര ചെയ്തു, നല്ലൊരു സിനിമ കണ്ടു, ഒരു സന്തോഷമൊക്കെ കിട്ടും, ശരിയാണ്. പക്ഷെ ലോകത്തൊരിടത്തു നിന്നും കിട്ടാത്ത ഒരു സന്തോഷം നിനക്ക് തരാൻ ഈ വചനത്തിന് കഴിവുണ്ട്. ആമേൻ. ഒന്നും കൂടെ വാക്യം വായിച്ചേ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. അവൻ്റെ സന്തോഷം അപ്പുറത്തെ ആളിലല്ല, ആ വ്യക്തിയിലല്ല, ദൈവത്തിൻ്റെ നിയമത്തിലാണ്, ഈ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എപ്പോഴേലും ഒരു സമയം കിട്ടുമ്പോൾ ഒത്തു എന്നല്ല, ഡേ ആൻഡ് നൈറ്റ്, രാവിലും അല്ലെങ്കിൽ അതുപോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അവൻ ആ നിയമത്തെപ്പറ്റി, ആ വചനത്തെപ്പറ്റി ധ്യാനിക്കും. അപ്പോൾ അവന് സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ധ്യാനിക്കുന്നവനെ കുറിച്ച് എഴുതിയിരിക്കുവാണ് 3-ാമത്തെ വാക്യം. നീർച്ചാലിനരികെ നട്ടതും. നീർച്ചാലിനരികെ നട്ടതും. ആ വാക്യം ഞാൻ എൻ്റെ ബൈബിളിൽ ഒരു റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ആ വാക്ക് എന്നതാണ്? നട്ടതും. നട്ടത്. തന്നെ വീണ് കിളുക്കുന്നതും നടുന്നതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പറയില്ലേ, തന്നെ വീണ് കിളുത്ത ഒരു കാന്താരി, ഒരു കരിയാപ്പ്, ഒരു പ്ലാവിൻ്റെ തൈ, ഒരു മാവിൻ്റെ തൈ, അത് തന്നെ എങ്ങനെയോ വീണ് കിളുത്ത, ആരോ തിന്നേച്ച് വലിച്ചെറിഞ്ഞ് അവിടെ വീണ് കിളുത്തതാണ്. ഇതങ്ങനെ കിളുത്തതല്ല. അവിടെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയോ വെള്ളത്തിൽ ഒഴുകി വന്നപ്പോൾ സൈഡിൽ വീണ് കിളുത്തെന്നല്ല, നീർച്ചാലിനരികെ നട്ടത്. എല്ലാവരും ശ്രദ്ധിച്ചേ, ദൈവവചനം ധ്യാനിക്കുന്നവനെ ദൈവം നല്ല സ്ഥലത്ത് നടും. ആമേൻ, ആമേൻ. കേട്ടോ, എവിടെയെങ്കിലും കൊണ്ടേ നടത്തില്ല. എല്ലാത്തിനും നടുന്നതിനൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് വയനാടാണ്. ഇവിടെ തേയിലയുണ്ട്, കാപ്പിയുണ്ട്, ഏലമുണ്ട്. ഇതുകൊണ്ട് ഇവിടുത്തെ ഏലം കൊണ്ട് കണ്ണൂർ കൊണ്ട് നട്ടാൽ കിളുക്കത്തില്ല. കാസർഗോഡ് നട്ട് കിളുക്കുമായിരിക്കും, കായ്ക്കത്തില്ല. ഇതുകൊണ്ട് കോട്ടയത്ത് കൊണ്ടുപോയി ജോണ് പാലായി കൊണ്ട് നട്ടാൽ കായ്ക്കത്തില്ല, അവിടെ 2 ഇലയായിട്ട് നിൽക്കും. ഇവിടുത്തെ ഏലവേ ശരിയാകത്തില്ല. ഇവിടുത്തെ ഏലം കൊണ്ടുപോയി ദുബായി കൊണ്ട് നട്ടാലോ ശരിയാകത്തില്ല. ഇനി ഇവിടുന്ന് കോട്ടയത്തൊരു പുള്ളി വിചാരിക്കുകയാണ് റബ്ബർ കൊണ്ടുപോയി ഞാൻ ദുബായി നടാൻ പോവാന്ന്. പോയതേ ഓർമ്മയുണ്ടാവുള്ളൂ, അത് 2 ഇലയായിട്ട് പോവോ, ശരിയാകത്തില്ല.
ഇനി ദുബായിലുള്ളൊരു പുള്ളി വിചാരിക്കുവാന്നിരിക്കട്ടെ, ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന ഈ ഈന്തപ്പഴത്തിൻ്റെ ഒരു കൃഷി അങ്ങ് തുടങ്ങാൻ പോവാ, നടക്കത്തില്ല. അതെല്ലാം നടേണ്ട സ്ഥലത്ത് നട്ടാലേ ശരിയാകത്തുള്ളൂ. ഈന്ത അവിടെ കിടക്കുക, ആ മരുഭൂമിയിൽ ആ മണ്ണിലേ അത് ശരിയാകത്തുള്ളൂ. റബ്ബർ അവിടുത്തെ കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ അവിടുത്തെ മണ്ണിലേ ശരിയാകത്തുള്ളൂ. പ്ലാവ് അല്ലെങ്കിൽ അത് ആ മണ്ണിലേ ശരിയാവുള്ളൂ. ഏലം അത് ഈ മണ്ണിലേ ശരിയാവുള്ളൂ. ഊട്ടി ചെന്നാൽ നല്ല പൂക്കളുണ്ട്. അന്ന് വിചാരിച്ച് അവിടുന്ന് കുറേ ചെടി മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ 4 ദിവസം പൂവുണ്ടാവും, പിന്നെ അതെല്ലാം പോവും. അത് അവിടെ ശരിയാകത്തുള്ളൂ. അത് നട്ടതെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മളെ ദൈവം നടും. ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ. ഇപ്പം എന്നെ ഇങ്ങനെ വചനം പ്രസംഗിക്കാൻ എന്നെ ദൈവം ഈ നല്ല മണ്ണിൽ നട്ടതായിരിക്കും. അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്കൊക്കെ പാടാൻ പറ്റുന്ന ഒരാളെ ദൈവം ഇവിടെ കൊണ്ടുപോയി നട്ടുവെച്ചു. അല്ലെങ്കിൽ കുറേ കൗൺസിലിംഗ് ചെയ്യാൻ, ഭക്ഷണം വയ്ക്കാൻ, ഇതിനെ നയിക്കാൻ ചില ആൾക്കാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിക്കൊണ്ട് ഇവിടെ നട്ടിട്ടുണ്ട്. ദൈവം നടും. നിങ്ങൾ വചനം ഇത് ആരെയാണ് നടുന്നതെന്നറിയോ? ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവനെ ദൈവം എവിടെയെങ്കിലും കൊണ്ട് കിളുക്കിയലാത്ത സ്ഥലത്ത് കൊണ്ടേ നടിയല, ഉണങ്ങിപ്പോകുന്ന സ്ഥലത്ത് കൊണ്ടേ നടിയല. അവന് വളരാൻ പറ്റുന്ന സ്ഥലത്ത് ദൈവം അവനെ നടും. നിങ്ങളുടെ പിള്ളേരോടും യുവാക്കളോടൊക്കെ പറയുവാണ്, നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ഭയങ്കര ആഗ്രഹമുണ്ട്. ചിലരൊക്കെ പാസ്പോർട്ടൊക്കെ പിടിച്ചിങ്ങനെ എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം. ആ രാജ്യത്ത് നിന്നെ ദൈവം നടും. ആ രാജ്യത്ത് നിന്നെ എത്തിച്ച് ദൈവം അവിടെ നടും. നല്ല വിദ്യാഭ്യാസം നൽകി നിന്നെ അവിടെ നടും. നല്ല ശുശ്രൂഷ തന്ന ദൈവം നടും. മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ വെച്ച് അവിടെ നിന്നെ നടും. ദൈവം നല്ല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ആ വാക്യം, നീർച്ചാലിനരികെ നട്ടു. ഏത് കയ്യാ നട്ടേ? അത് ദൈവവചനം ധ്യാനിക്കുന്നവനെ നട്ടത് ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിവിടെ ഈ കാര്യങ്ങൾ ശരിക്കും ഈ നാളുകളിൽ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നട്ട ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും അല്ല നട്ടത്. എവിടെയാണ് നട്ടത്? നീർച്ചാലിൻ്റെ അടുത്ത്. അതിന് നട്ടതിന് ഗുണമുണ്ട്. യഥാകാലം ഫലം തരുന്നതും. അത് ചുമ്മാതായി ഇലയായി പോകത്തില്ല. അതവിടെ ചുമ്മാ കാട് പിടിച്ച് നിൽക്കത്തില്ല. അത് ഫലം തരും. അത് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മക്കളെ ദൈവം നല്ല സ്ഥലത്ത് നടട്ടെ. നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല സ്വഭാവം കൊടുത്ത്, നല്ല നാട്ടിൽ നല്ല ജോലി കൊടുത്ത്, നല്ല ബന്ധങ്ങൾ കൊടുത്ത്, നല്ല ശുശ്രൂഷ കൊടുത്ത്, നല്ല രാജ്യങ്ങളിൽ എവിടെയാകട്ടെ ദൈവം നിങ്ങളെ നടും. നിങ്ങളുടെ പിള്ളേരെ നടും. അത് യഥാകാലം ഫലം തരുന്നു. വെറുതെ ആയി പോകത്തില്ല. ചുമ്മാ ഇലയായിട്ട് നിൽക്കുമെന്ന് പറയില്ല. അത് ഫലം തരും. പിന്നെയോ ഇല കൊഴിയാത്തതുമായ. ഇല കൊഴിയത്തില്ല, ഇല വാടത്തില്ല. ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ. അതിൻ്റെ ഇല വാടത്തില്ല. നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതം കൊഴിഞ്ഞു പോകില്ല. വാടി നിലത്ത് വീഴിയേലെന്ന് ആരെല്ലാം എന്തെല്ലാം കളിച്ചാലും, ഇനി എന്നാക്ക നിയമം അപ്പുറത്ത് വന്നാലും, ഇനി ആരെല്ലാം വലിയ ആൾക്കാരെല്ലാം കൂടെ ഗൂഢാലോചന നടത്തി തോപ്പിക്കാൻ നോക്കിയാലും ഇല വാടത്തില്ല. കാരണം നിൽക്കും ദൈവം അവിടെ നട്ടതാ. പ്രാർത്ഥിക്കുന്ന എന്നെ വാടിപ്പോകുന്ന അപ്പുറത്ത് ആ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് കൊണ്ടേ നടിയല. എന്നെ നീർച്ചാലിനരികെ ഫലം തരുന്ന വിധത്തിൽ, ഉപകാരമാകുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ നട്ടോളും. ഹല്ലേലൂയ. വിശ്വസിച്ച് നല്ല നന്മകൾ തന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം നല്ല നല്ല സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കും. അടുത്തത് ഇല കൊഴിയാത്ത വൃക്ഷം പോലെയാണ് അവൻ. ഇനി അടുത്തതോ, അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അവൻ ചെയ്യുന്നത് സഫലമാകും. അത് ലക്ഷ്യം കാണും. അവന്റെ പ്രവൃത്തികൾ സഫലമാകും. 100 പ്രാവശ്യം എപ്പോഴേലും പറയണം, ദൈവത്തിൽ നിൽക്കുന്നവന്റെ പ്രവൃത്തികൾ സഫലമാകും. അവൻ പ്രാർത്ഥിച്ച കാര്യം നടന്ന് കിട്ടും. കാരണം അവൻ രാവും പകല് ദൈവത്തിൻ്റെ വാക്കിനെ കുറിച്ച് ധ്യാനിക്കും. ഈ സ്ഥലം എന്നാണെന്നറിയാവോ? 365 ദിവസവും 3-4 വർഷമായിട്ട് എല്ലാ ദിവസവും വചനം പറയുന്ന ഒരു നീർച്ചാലിൻ്റെ അടുത്തായത്. ഇവിടെ നട്ട ജീവിതങ്ങളായത്. ഇതൊന്നും വാടിപ്പോകത്തില്ല, ഇല കൊഴിഞ്ഞു പോകത്തില്ല, തകർന്നു പോകത്തില്ല. പിന്നെ
പിന്നെ എന്നാ സംഭവിക്കും? ഫലം നൽകും. ആമേൻ. അവൻ്റെ പ്രവൃത്തികൾ പറഞ്ഞ് സഫലമാകും. ആമേൻ. സഫലമാകും. 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 നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന സഫലമാകും. കണ്ണുകളടച്ച് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോ? കണ്ണുകളടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ ഒരു നിമിഷം പ്രാർത്ഥിച്ച്. ദൈവവചനം ധ്യാനിക്കുന്നവൻ പൊട്ടനാണെന്നല്ല, അവന് വിവരമില്ലാത്തവനെന്നല്ല, അവൻ മന്ദബുദ്ധിയാണെന്നല്ല, അവൻ തകർന്നു പോകുന്നല്ല, അവൻ ഇല വാടുകയില്ലാത്ത, ഉണങ്ങിപ്പോകാത്ത, യഥാകാലം ഫലം തരുന്നൊരു വൃക്ഷം പോലെയായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട് അങ്ങനെ ആകട്ടെ. ആമേൻ. ഇന്ന് ഈ വചനം കേട്ടത് വെറുതെ ആവില്ല കേട്ടോ. ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായേനെ. ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റിയില്ലായിരുന്നേ, നഷ്ടമായേനെ. ദൈവമേ, ഇതെന്നെ കൊണ്ട് പ്രസംഗിച്ചത് ദൈവമാണ്. ആമേൻ. ഇതിനു മുമ്പും ഇതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ഈ വിധത്തിലല്ലെന്ന് മാത്രം. ഇതെന്തോ ചില നന്മയ്ക്ക് കാരണമാകട്ടെ, ആമേൻ. ഹല്ലേലൂയ. ഇതൊരനുഗ്രഹത്തിന് കാരണമാകട്ടെ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ കാര്യം മാത്രം ഒന്ന് ഓർത്തേ. രാവും പകലും ദൈവത്തിൻ്റെ വചനം കേട്ടവനെ ദൈവം കൊണ്ട് നട്ടത് കാട്ടിലല്ല, ദൈവം കൊണ്ടുപോയി നട്ടത് ഏതെങ്കിലും ഒരു മരുഭൂമിയിലല്ല, നീർച്ചാലിനരികെ. എവിടെയെങ്കിലും കൊണ്ട് നടത്തില്ല കേട്ടോ, വളരാൻ പറ്റുന്ന സ്ഥലത്ത്, അനേകർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ ഭാവിയെ ദൈവം നടും. തന്നെ വീണ് കിളുത്തുന്നല്ലോ, എവിടെയോ വീണ് എങ്ങനെയോ കിളുത്തുന്നല്ല, ഏതോ പക്ഷിയുടെ വേസ്റ്റ് വന്ന് വീണ് കിളുത്തുന്നല്ല, നട്ടതാണത്. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റവും നല്ല സ്ഥലത്ത്, നിങ്ങളുടെ പിള്ളേരുടെ ഭാവി അയ്യോ എന്താകും എന്നൊന്നും ആകത്തില്ല, അവരെ ദൈവം നടേണ്ട സ്ഥലത്ത് നടും.